ഹലോ, ഇന്ന് നമുക്ക് വനില സ്പോഞ്ച് കേക്ക് എങ്ങനെ ഈസി ആയിട്ട് വീട്ടിൽ ഓവനൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണിത്. ഈ ഒരു കേക്ക് നമുക്ക് വനില സ്പോഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു കേക്കിനും ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വനില സ്പോഞ്ച് കേക്ക് റെഡിയാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് ആദ്യം തന്നെ ഈ കേക്കിനേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നന്നായി വടിച്ചിട്ട് വേണം മൈദ എടുക്കാൻ വേണ്ടിയിട്ട്. 250 ml മെഷർമെൻറ്റിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് 2-3 വട്ടമായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ അതിലൊരു പിശുക്കത്തരം കാണിക്കരുത്. അത് നമ്മൾ കറക്റ്റ് അതുപോലെ ചെയ്യണം. അപ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ എന്നാലാണ് നമ്മളെ ബേക്കിംഗ് സോഡയും അതേപോലെ ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ട് എല്ലായിടത്തും ഉണ്ടാവുള്ളൂ. അതേപോലെ നമ്മളെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആവുകയും അതേപോലെ പൊന്തി വരികയൊക്കെ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാര ആയതുകൊണ്ടാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ചെറുതൊക്കെ ആണെങ്കിൽ നമുക്ക് മുട്ടയിൽ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ടാലും മതി. ലാസ്റ്റ് ഇട്ടാകുമ്പോഴത്തേക്ക് നന്നായിട്ട് ആ മുട്ടയായിട്ട് മിക്സായി വരും. അപ്പോൾ ഞാനിതിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് 2-3 മണിക്കൂർ എടുത്ത് വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടും. അതല്ല ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താലും ബീറ്റ് ചെയ്യാതെ ഇരിക്കുന്നില്ല, പെട്ടെന്ന് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് ടൈം പിടിക്കും, അത്രേ വ്യത്യാസമുള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ട് പൊടിച്ച പഞ്ചസാര നമ്മൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എനിക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 2-3 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് ബീറ്റായിട്ട് കിട്ടും. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ ഹാൻഡ് വിസ്ക് ഉപയോഗിച്ചിട്ടും ചെയ്യാം. പക്ഷേ കുറച്ച് ടൈം പിടിക്കുന്നേ പക്ഷേ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു മുട്ട മിക്സ് നല്ലൊരു ക്രീം പരുവത്തിലായി വരണം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ സൺഫ്ലവർ ഓയിൽ ഇല്ലെങ്കിൽ ബട്ടർ മെൽറ്റ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം ഒഴിച്ച് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. കുറേ ടൈം ബീറ്റ് ചെയ്യാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഇവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല, ബീറ്റർ എടുത്ത് കളയാം. ഇനി ഇതിലോട്ട് നമ്മൾ അടിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുക്കണം. അങ്ങനെ ഞാൻ ഈ കൂട്ടിലോട്ട് 2 ടേബിൾ സ്പൂൺ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നമ്മൾ മാവ് കുറേശ്ശെയായി ഇട്ട് കൊടുക്കുകയും ചെയ്യണം. പിന്നെ 3 വട്ടമായിട്ട് മാവ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും 1 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ പാലാണ് ഈ കൂട്ടിലോട്ട് ഒഴിച്ച് കൊടുത്തത്. അതേപോലെ 3 തവണയായിട്ടാണ് ഈ മാവ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫാസ്റ്റ് ആക്കിയോണ്ടാണ് നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുന്നത് തോന്നുന്നത്. ഞാൻ സ്ലോയിലാണ് ഫോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ കാര്യം ഒന്ന് നോട്ട് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ക്രീം പരുവത്തിലാണ് നമ്മളെ മാവ് വേണ്ടിയത്. ഇനി ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചൊരു ടിന്നിലോട്ട് ഇതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളടുത്ത് ടിന്നില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ചായപാത്രത്തിലോ അടിയിൽ ബട്ടർ പേപ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ടൊക്കെ നമുക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ചോക്ലേറ്റ് കേക്ക്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം കേട്ടോ. നമ്മളൊരു ഇഡ്ഡലി ചെമ്പിൽ അടിയിൽ ഉപ്പിട്ട് അതിന് ശേഷം ഒരു തട്ടം വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ രീതിയിലും ചെയ്യാം. അപ്പോൾ ഒരു 30 മിനിറ്റിന് ശേഷം നമ്മളെ കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു ടൂത്ത് പിക്കോണി ആയത് കുത്തി നോക്കിയിട്ടാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട്, ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ചൂടോടുകൂടി തന്നെ ഈ ടിന്നിൽ നിന്ന് മാറ്റുക, അല്ലെങ്കിൽ നമ്മളെ കേക്ക് സൈഡൊക്കെ ക്രിസ്പി ആയിപ്പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഞാൻ ബട്ടർ പേപ്പർ മാറ്റുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആ വൈറ്റ് കളറ് ഞാൻ ബട്ടർ പേപ്പർ ചെറുതായി ചുരുങ്ങിയ കൊണ്ടുള്ളൊരു കലയാണ്, അല്ലാതെ നമ്മളെ കേക്കിൻ്റെ ഒരു മിസ്റ്റേക്കൊന്നുമല്ല. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള വനില കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്നൊക്കെ ഒരു കേക്കൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ രീതിയിൽ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ
ഈസി ആയിട്ടാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിനൊക്കെ നല്ല ബെസ്റ്റ് കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. അതേപോലെ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് കേക്കിൽ ഞാൻ ഓവനൊന്നും ഇല്ലാതെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലാണ് ചെയ്തത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും പോയി ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ കേക്ക് ഞാനിവിടെ 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ല ടേസ്റ്റുള്ളൊരു കേക്കായിരുന്നു ഇത്. അപ്പോൾ ഞാൻ ഇനി അങ്ങോട്ടുള്ള കുറച്ച് എപ്പിസോഡിലൊക്കെ ഞാൻ പലതരം കേക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും വേണം. ഇപ്പോൾ എളുപ്പത്തിലുള്ള റെസിപ്പീസായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. താങ്ക് യു.